ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ ബിരിയാണി നമ്മൾ തയ്യാറാക്കണത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതേപോലെ കുക്കറിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ കുക്കർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പം ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിലോ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 കഷ്ണം ചെറിയ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ ഒരു 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വാടി വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഇവിടെ ആയി വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി ചിക്കൻ വറുത്ത ഈ എണ്ണയിൽ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള വഴട്ടണയിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. അപ്പം ഞാൻ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയിൽ നിന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഞാൻ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല ഈ ചിക്കനിൽ ഒന്ന് നന്നായി പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഇതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം ഒന്ന് വറ്റി വരണം. അതിന് ശേഷം വേണം നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ 2 കപ്പ് അരി വെള്ളത്തിൽ 20 മിനിറ്റായിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 3.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പിന് ഇരട്ടി എടുക്കുമ്പോൾ 4 കപ്പാണ് വരിക. പക്ഷെ നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോൾ ഒരു 1/4 കപ്പ് കുറവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിക്കനിലെ മസാലയുടെ ഡ്രൈ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ കണക്ക് ശരിയായി കിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഇനി അരി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ മൂടി കൊടുക്കാം. അപ്പോൾ വിസിലില്ലാണ്ട് വേണം നമ്മളിത് മൂടി കൊടുക്കാനായിട്ട്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഒരു 7 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുക്കർ മൂടിക്കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. 7 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് നമുക്ക് ചോറ് വേവാനായിട്ട് സമയം എടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ചോറ് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 7 മിനിറ്റിന് ശേഷം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് അടിയിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 12 മിനിറ്റാണ് ഇത് വേവാനായിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഇങ്ങനെ തുറന്ന് ചോറ് ഇതുപോലെ ഇളക്കി നോക്കുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ അതേപോലെ മൂടി വയ്ക്കുക. ഒരു 4-5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് അരിയുടെ ഇതിനനുസരിച്ചാണ് അത് മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണതുമായ ഈ കുക്കർ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.